രാഹുൽ ഗാന്ധിയുടെ പുതിയ ആരോപണം വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ബ്രസീലിയൻ മോഡലിന്റെ പേരിൽ 10 ബൂത്തുകളിലായി 22 തവണ ആരോ വോട്ട് ചെയ്തു. അത് ആരാണെന്നറിയില്ല. പിന്നീട് ലക്ഷങ്ങളുടെ കണക്കാണ് കള്ള വോട്ടുമായി ബന്ധപ്പെട്ട് 8 പേർ വോട്ട് ചെയ്തെങ്കിൽ അതിൽ ഒരാൾ കള്ള വോട്ട്. ഈ ഹരിയാന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴാണ് ഈ ആരോപണവുമായി വരുന്നത്. പിന്നീട് നാം കണ്ടു, കോടതിയുടെ പരിസരത്ത് പോലും ഇദ്ദേഹം പോകില്ല. അപ്പോൾ ഇതിലൂടെ നൽകുന്ന സന്ദേശം എന്താണ്? സന്ദേശം അദ്ദേഹം എന്തോ ഒരു അത്ഭുതം കാണിച്ചു. ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം കൂടെ നടത്തും. അത്ഭുതത്തിൽ ഇങ്ങ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഗോപാലകൃഷ്ണന്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ. അതെ അതെ, ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഒരു അബദ്ധമാണ്. എന്തായാലും അത് രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബായിട്ട് പൊട്ടിക്കാൻ പറ്റി. ഇത് നോർത്ത് ഇന്ത്യയിലേക്ക് ആളുകൾ ചിരിക്കും. കോൻ ഹേ ഗോപാലകൃഷ്ണൻ. അല്ല, മലയാളികൾക്ക് മനസ്സിലായി, കാരണം ഗോപാലകൃഷ്ണനാണ്. ഗോപാലകൃഷ്ണൻ ആക്ച്വൽ കൃഷ്ണൻ ഹേ എന്നൊക്കെ ചോദിക്കും. അതിൽ കവിഞ്ഞ് വേറെ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും രാഹുൽ ഗാന്ധി വീണ്ടും തേജസ്വി യാദവിനൊരു പാര വച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ അവിടെ തേജസ്വി യാദവ് കുറേ ദിവസമായിട്ട് പാടുപെട്ട് ഇലക്ഷന് ഒരു ക്യാമ്പയിനിങ് നടത്തി വരികയാണ്. BJP സർക്കാർ അല്ലെങ്കിൽ JDU സർക്കാർ ഇവിടെ ഒരുപാട് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജോലി കിട്ടുന്നില്ല, എല്ലാവരും പല സംസ്ഥാനങ്ങളിൽ പോയി പണിയെടുക്കുന്നു, അത് ഞാൻ വന്നാൽ ഇതെല്ലാം മാറ്റും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്യാമ്പയിൻ നടത്തി. അത് തീരുന്ന അന്ന്, അതായത് ഇനി 24 മണിക്കൂർ നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമാണ്. അപ്പോൾ അവിടെ ജനങ്ങൾ മര്യാദയ്ക്കിരുന്ന് ചിന്തിച്ച് വല്ലവരും വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വോട്ട് ചെയ്യേണ്ട സമയം ഇപ്പോഴാണ്. അന്നേരം കൊണ്ട് നിട്ടുകൊടുത്ത് ഒരു വോട്ട് ചെയ്യും. അല്ല, ഇതിന്റെ ഫലമായിട്ട് ആ ഡയറക്ഷൻ കംപ്ലീറ്റ് പോയി. ഇനിയിപ്പോൾ അവിടുത്തെ നാളത്തെ പത്രത്തിലെല്ലാം ഹരിയാനയിൽ എന്താ വരിക? വോട്ട് ചോരിയാണ് വരാൻ പോകുന്നത്. അപ്പൊ ഈ വോട്ട് ചോരി വന്നാൽ ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഇദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് നാം ചിന്തിച്ചാല് 25 ലക്ഷം കള്ള വോട്ടുകൾ, അതോടൊപ്പം തന്നെ ബ്രസീലിയൻ മോഡലിന്റെ പേരിൽ ആരോ വന്ന് വോട്ട് ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ലോകത്തെ ഏതെങ്കിലും ബുദ്ധിയുള്ളവൻ ബ്രസീലിയത്തിന്റെ പേര് എഴുതും? ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ഞാനോ താങ്കളോ ഒരു കള്ളവോട്ട് ചേർക്കാൻ പോവാണ്, അതിൽ ഒരു ബ്രസീലിയൻ പെണ്ണിന്റെ പേര്, ഒന്നാമത് ഇത് പ്രൊണൗൺസ് ചെയ്യാൻ തന്നെ നമുക്ക് വലിയ പാടാണ്. ആ പേര് ഇവിടെ എടുത്തിട്ടിട്ട് അവളുടെ പടവും കാണിച്ചാൽ ഒറ്റയടിക്ക് പിടി കിട്ടൂല. ഇത് പെൺകുട്ടിയുടെ പേര് കാണിച്ചിട്ട് പല പല പേരാണ്, സരസ്വതി, അതെ, ലക്ഷ്മി, അങ്ങനെയല്ല. പക്ഷെ ഈ ചിത്രം കണ്ടാൽ തിരിച്ചറിയാം. ഇത് അല്ല, അതോടൊപ്പം തന്നെ കോൺഗ്രസിന് പ്രവർത്തകരില്ല. അല്ല, ഇതിനകത്തെ ഏറ്റവും നല്ല രസം അതാണ്. അതായത് ഇത് ഈ സമയത്തല്ലല്ലോ ഇത് പ്രഖ്യാപിക്കേണ്ടത്. ഒന്നുകിൽ ഹരിയാന ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കിയപ്പം ഇതെല്ലാം ഒന്ന് നോക്കി ചൂണ്ടിക്കാണിക്കണം. ഇവിടെ അടൂർ പ്രകാശ് അങ്ങനെയല്ലേ ചെയ്തത്? ആറ്റിങ്ങൽ ഇലക്ഷന് മുമ്പായിട്ട് അവിടെ 1.5 ലക്ഷം കള്ള വോട്ടുകൾ അല്ലെങ്കിൽ ഈ ഡബിളിംഗ് വോട്ടുകൾ അല്ലെങ്കിൽ മരിച്ചവരുടെ വോട്ടുകൾ ഒക്കെ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. എന്നിട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചു, ഇവിടുത്തെ കളക്ടറെ സമീപിച്ചു. എന്നിട്ട് അത് ബ്ലോക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം 1000 പര വോട്ടിന് ജയിച്ചത്. അല്ലെങ്കിൽ എന്നും അവിടെ സമ്പത്താണ് ജയിച്ചുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് വർക്കല രാധാകൃഷ്ണൻ ഉൾപ്പെടെ പലരും CPM-ന്റെ സ്ഥാനാർത്ഥികളാണ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. ആദ്യമായിട്ട് ഇദ്ദേഹം ജയിച്ചത് ഇങ്ങനെ ഈ വോട്ട് ചോരി മാറ്റിക്കൊണ്ടാണ്. ഇത് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനും പറയുന്നത്. ബീഹാറിൽ ഇതുപോലെ തന്നെ SIR, ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന SIR-ന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. ബീഹാറിൽ ഇതുപോലെ വോട്ടുണ്ട്, കേരളത്തിൽ ഇതുപോലെ 50,000-ഓളം വോട്ടുകൾ അടുപ്പിച്ച് വരാം. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നു ഇതിൽ പല വീഴ്ചകളുമുണ്ട്, അത് ശരിയാക്കാനാണ് SIR നടപ്പിലാക്കുന്നത്. അതെ, അതിനെ എതിർക്കും. അത് സുപ്രീം കോടതിയും പറഞ്ഞു. എന്നാൽ പിന്നെ ഇത് കേരളം, ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കിയത് നിങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുമെന്ന്. കാരണം ഇത് ഞാനിപ്പോൾ ചോദിക്കാം, പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ഇലക്ഷൻ്റെ റിസൾട്ട് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ പറയാം. 30-40% വോട്ട് പലയിടത്തും ചെയ്യാതെ കാണും. ആ വോട്ടെല്ലാം പോൾ ചെയ്തിരുന്നെങ്കിൽ എന്റെ പാർട്ടി ജയിച്ചേനെ. ഞങ്ങൾ 22,000 വോട്ട്, ഇവിടെ പറയുന്നതാണ്, 22,000 വോട്ടിനാണ് ഞങ്ങൾ തോറ്റത്. അല്ല, സാറ് സൂചിപ്പിച്ചപ്പോഴാണ് അതും ഉണ്ട്. 2 സർവേ ഫലങ്ങളിലെല്ലാം ഞാൻ ജയിച്ചു, ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടി ജയിച്ചു. പക്ഷെ അങ്ങനെയാണെങ്കിൽ 400 സീറ്റാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്ക് പല സർവേകളും പ്രതീക്ഷിച്ചത്, ലഭിച്ചത് 240. അതെ, അത് കേന്ദ്രത്തിൽ. അപ്പൊ അതിനെക്കുറിച്ച് മിണ്ടൂല്ല. അതിൽ വോട്ട് ചോരി ഇല്ല, പ്രവചനം തെറ്റിയതും ഇല്ല, ഒന്നുമില്ല. അത് ഞങ്ങൾ മൂക്കുകുത്തിയിട്ടതാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തോറ്റ് കഴിഞ്ഞപ്പോൾ പറയുന്നതെല്ലാം ഞങ്ങൾ വിചാരിച്ചെങ്കിൽ പറ്റുമായിരുന്നു. വേറൊരു വിചിത്രമായ കാര്യം പറഞ്ഞു, 70 പോസ്റ്റിലോട്ട് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ 17 പോസ്റ്റിലോട്ട് BJP കിട്ടിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആരാ ജയിച്ചത്? 70 പോസ്റ്റിലോട്ട്. അദ്ദേഹം പറയുന്നത് 2 ലക്ഷം വോട്ട് എന്റെ കഥ പറയുന്നിടത്താ പറയുന്നത് 70 പോസ്റ്റിലോട്ട്. അല്ല, കേരളത്തിൽ അത് പലയിടങ്ങളിലെ സാർ ശ്രദ്ധിച്ചിരിക്കും. എല്ലാ വർഷവും BJPക്കായിരിക്കും പലയിടങ്ങളിൽ ഇപ്പോൾ
തിരുവനന്തപുരത്ത് പല തിരുവനന്തപുരം അതോടൊപ്പം പലയിടങ്ങളിൽ പോസ്റ്റൽ വോട്ടിൽ ഒന്നാമത് BJP ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. ചില സ്ഥലങ്ങളിൽ CPM ആയിരിക്കും. ഇതിനു മുമ്പൊക്കെ CPM കുത്തുവാള എടുത്ത സന്ദർഭങ്ങളിൽ പോലും CPM-ന് പോസ്റ്റൽ വോട്ട് എണ്ണുമ്പം അവർ ടോപ്പിലാണ്. ഒന്നാമത് ആദ്യം എഴുതി കാണിക്കുന്ന CPM ലീഡ് ചെയ്യുന്നു എന്നാണ്. ഏതാണ്? പോസ്റ്റൽ വോട്ടിലാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു പണ്ടൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം തിരിച്ചും മറിച്ചും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ പോസ്റ്റൽ വോട്ട് എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ അപ്പോഴത്തെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ DA കിട്ടിയില്ലെങ്കിൽ, അവരുടെ എന്തെങ്കിലും കുടിശ്ശിക കിട്ടിയില്ലെങ്കിൽ അതനുസരിച്ച് ചെയ്യുന്ന സാധനമാണ്. കാരണം അവർ ക്വിക്കായിട്ട് പ്രതികരിക്കുന്നവരാണ്. കാരണം അവർക്ക് ഇതിന്റെ മിഷനറിയും കള്ളത്തരവും എല്ലാം അറിയാലോ. ഇത് പിന്നെ അദ്ദേഹം പറയുന്നത് നയാബ് സിംഗ് സാനി ഒരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു സംവിധാനമുണ്ട്, ആ സംവിധാനം ഞങ്ങൾ ജയിപ്പിക്കുന്നു. ആ സംവിധാനം എന്ന് അവരുദ്ദേശിക്കുന്നത് എന്താ? RSS-നെ പോലെ വലിയ നെറ്റ്വർക്കുകൾ ഞങ്ങൾക്കുണ്ട്, അത് ജയിപ്പിക്കുന്നത്. അപ്പോൾ പറയാണ് ദേഖോ അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിരിക്കുന്നത് കണ്ടാൽ അറിയാം എന്തോ ഭയങ്കര സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. സംവിധാനം ആ സംവിധാനം ഉള്ളത്. അപ്പം ഇദ്ദേഹം നേരത്തെ തന്നെ അടിക്കുകയാണ്. ഏതെങ്കിലും വന്ന ബുദ്ധി ഇങ്ങനെ അടിക്കുമോ? അഥവാ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു സംവിധാനം ഉണ്ട്, നിങ്ങൾ നോക്കിക്കോ. പത്രക്കാരത്താ പറയുന്നത് ചിരിച്ചോണ്ട്. ഞങ്ങൾക്കൊരു സംവിധാനം ഉണ്ട്, അതിപ്പോ നോക്കിക്കോ എന്ന്. അപ്പം രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചോ ഗോപാലകൃഷ്ണൻ തന്നെ ഞെട്ടിക്കുന്നത്. എന്നാലും ഗോപാലകൃഷ്ണന് നോർത്ത് ഇന്ത്യയിൽ ഒരു പടമെങ്കിലും ഫെമിലിയർ ആയിട്ട് 2 ദിവസത്തേക്ക് നിൽക്കും. നാഷണൽ മീഡിയയിൽ ഗോപാലകൃഷ്ണനെ ഇങ്ങനെ ഒന്ന് ഉയർത്തി കാണിക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞു. രാഹുൽ ഗാന്ധി ചതിയാണ് ചെയ്തത്. തേജസ്വി യാദവിനോട് ചെയ്യുന്ന വലിയ ചതിയായിപ്പോയി. ഇല്ലെങ്കിൽ പണ്ടാരെ ഇത് 2 ദിവസം കഴിഞ്ഞിട്ടായിക്കോട്ടെ. നാളെ ഈ വോട്ടെല്ലാം വെട്ടിയിലാവൂല, അത് കഴിഞ്ഞിട്ടാവട്ടെ. ഇല്ലെങ്കിൽ 11-ാം തീയതി എല്ലാ വോട്ടും തീരും, അത് കഴിഞ്ഞിട്ടാവട്ടെ. റിസൾട്ട് വരണ്ട, അതിന് മുമ്പേ അടിച്ചോ. അതല്ലെങ്കിൽ റിസൾട്ട് വന്നിട്ടടിക്കുക. റിസൾട്ട് വന്നിടിച്ചാൽ പിന്നെ തോറ്റിട്ടാണെന്ന് പറയും. അതുകൊണ്ട് വേണ്ട, റിസൾട്ടിന് മുമ്പേ ഈ 11-ാം തീയതി 2ാം ഘട്ടം പോളിംഗ് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ചെയ്യാലോ. നാം ശ്രദ്ധിക്കാതെ മറ്റൊരു കാര്യമുണ്ട്. ഇദ്ദേഹം ഇന്ത്യയിൽ ഒരു കലാപം ലക്ഷ്യമിടുന്നുണ്ടോ? ഉണ്ട്. പറഞ്ഞല്ലോ, ജൻസികളെ ഉണരൂ. രാജസ്ഥാനിലെ, മഹാരാഷ്ട്രയിലെ, ഹരിയാനയിലേക്ക് ജൻസികളെ ഉണരൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതെല്ലാം ഫീഡിങ് ആണ്. ആരോ ഇദ്ദേഹത്തിനെ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊരു ലാപ്ടോപ്പും കൊടുത്ത് ഇതുപോലെ കുറേ പടങ്ങളും കയറ്റി ഇങ്ങനെ വിടും. ഒരു ബോധവും ഇല്ലാത്ത വിധത്തിൽ വർത്തമാനം പറയുക. എല്ലായിടത്തും ഈ 30% ഉണ്ടെന്ന്. ഈ 30% ഉള്ളത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ജയിച്ചതെന്ന് ഓരോരുത്തരും പറഞ്ഞ. ഇവിടെ 16,000 വോട്ടിനാണ് 16,000 ചില വോട്ടിനാണ് രാജീവ് ചന്ദ്രശേഖർ തോറ്റത്. അദ്ദേഹം പറയുകയാണ് ഇവിടെ ഏകദേശം 30%-ഓളം പോൾ ചെയ്യാത്ത വോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ പറഞ്ഞ പോലെ 3-4 ലക്ഷം വോട്ട് വരും. ആ ലക്ഷം വോട്ടുകൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ജയിച്ചതെന്ന് പറഞ്ഞാൽ 16,000-ത്തിനാണ് ഞാൻ തോറ്റത്. ഇതെല്ലാം കൂടെ എൻ്റെ പെട്ടിയിൽ വന്നിരുന്നെങ്കിൽ ഇത് പിന്നെ ശശി തരൂർ അട്ടിമറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന. ഇത് പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ന് വന്ന് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലും ഇത് പറയാം. അവിടെയും 70-75% വോട്ട് ചെയ്തിട്ടുള്ളൂ. ആ ബാക്കി വോട്ടുകളെല്ലാം ഇങ്ങനെ ഡബിളിങ്ങും മരിച്ചു പോയതിലും ഒക്കെ ആയിരിക്കും. അത് സ്വാഭാവികമാണ്. കാരണം ഈ പോൾ ചെയ്യാത്തത് എപ്പോഴും അങ്ങനെയാണല്ലോ. പോൾ ചെയ്യാതെ കിടക്കുന്ന വോട്ടെന്ന് പറയുന്നത് ഒന്നുകിൽ ഡബിളിങ് ആയിരിക്കണം, അല്ലെങ്കിൽ മരിച്ചു പോയവരായിരിക്കും, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തിലുള്ളവരായിരിക്കണം. മറ്റ് സംസ്ഥാനത്ത് പോയിട്ട് അവിടെ ചിലപ്പോൾ വോട്ടർ പേര് കാണും, ഇത് ഡിലീറ്റും ചെയ്ത് കാണില്ല. ഇതൊക്കെ കറക്റ്റ് ചെയ്യാനാണ് ഇപ്പം പിന്നെ SIR നടപ്പിലാക്കുന്നത്. അതിന് സഹകരിക്കുകയില്ല, അതിന് സമരം ചെയ്യും, അതിനെതിരെ പാർലമെന്റിൽ കിടന്ന് ഉരുളും. ഇത്രയും തെളിവുകൾ ഹാജരാക്കി ഈ കോടതിയിൽ പോകുമോ? എവിടെ പോകാൻ? ഒരു പിന്നെ ഇത്രയും വെല്ലുവിളിക്കുന്ന ഇലക്ഷൻ കമ്മീഷനിൽ അത് എഴുതി കൊടുക്കുന്നില്ല. ഞാൻ പറയുകയുള്ളൂ, ഇപ്പോഴും പറഞ്ഞിരിക്കുകയാണ്. ഈ വോട്ടർ പട്ടിക ക്ലിയർ ആക്കേണ്ട ജോലി എനിക്കല്ല, ഇലക്ഷൻ കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടിക്കല്ല ഇലക്ഷൻ. അല്ല, രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം. കറക്റ്റായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട് എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടിക്കാണ്. എൻ്റെ പാർട്ടിക്ക് ഉള്ള പിന്നെ വോട്ടർമാരെല്ലാം ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടോ അതാദ്യം നോക്കണം. അവരെല്ലാവരും പോൾ ചെയ്യുന്നുണ്ടോ അതും ഞാൻ നോക്കണം. ഇതെല്ലാം രാഹുൽ ഗാന്ധി നിന്ന് ഒഴിഞ്ഞിട്ട് പറയാ ഇലക്ഷൻ കമ്മീഷൻ ഇതെല്ലാം രാഹുൽ ഗാന്ധി ഒരാഴ്ച CPM പ്രവർത്തകരോട് നടന്നിരുന്ന ഇതിൽ ക്ലിയർ വന്നല്ലേ, അദ്ദേഹത്തിന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തേ. അദ്ദേഹം ഇവിടെ ശരിക്കും പറഞ്ഞാൽ വോട്ട് ചോരി ഇത് നടത്തേണ്ടത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് അടൂർ പ്രകാശിനെ വിളിച്ചുകൊണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ട് ചോരി കേസ് അദ്ദേഹം പറഞ്ഞതാണ് ഇവിടെ ആദ്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നെ ആനന്ദിലും പിന്നെ ഹരിയാനയിലേക്ക് പോയാൽ മതി. ഇവിടെ അദ്ദേഹത്തിന് ക്ലിയർ ഇതുപോലത്തതാണെങ്കിൽ കൊണ്ടുവരാം. പക്ഷേ ഇവിടെ വന്ന CPM-മാരെ അടി കൊടുക്കും, വിവരമില്ലാതെ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വരാത്തത്, വിവരക്കേട് പറയുന്നത്. എവിടെയെങ്കിലും 30% വോട്ട് പിന്നെ പോൾ ചെയ്യാത്തതുണ്ടെങ്കിൽ അതെല്ലാം കൂടെ താൻ ഞങ്ങളുടെ പള്ളിയിൽ കെട്ടി വയ്ക്കാൻ നോക്കുന്നു. അതെന്തോ വോട്ട് ചോരിയാണെന്ന് ചോദിച്ച് ഇവിടെ പത്രക്കാർ തന്നെ തിരിച്ചടിക്കും. ഇവിടുത്തെ പത്രക്കാർ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വന്നാൽ ഇവിടുത്തെ കൈരളി മുതൽ മനോരമ വരെ ഉള്ളവർ ഉടങ്ങിക്കൊണ്ടുവരും. അതെങ്ങനെയാണ് വോട്ട് ചോരി എന്ന് പറയാൻ ചോദിച്ചുള്ളൂ. നോർത്ത് ഇന്ത്യയിലാകുമ്പോൾ അവർ അനുകൂലിക്കും. ഇപ്പം ഇന്ത്യയിൽ
ഞാനിപ്പോൾ ചാനലുകളൊക്കെ നോക്കി, നോർത്ത് ഇന്ത്യൻ ചാനലുകളെല്ലാം ഇത് എന്താ പറയുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ചാനലുകൾ ഒരു ഭയങ്കരമായ ഒരു വെളിപ്പെടുത്തലാണ്. ബ്രസീലിയൻ വനിത ബ്രസീലിയൻ വനിത 22 സ്ഥലത്ത് ഇങ്ങനെ പടർന്നു ചെന്ന് വോട്ട് ചെയ്ത് കളഞ്ഞു. ഏതെങ്കിലും തലയ്ക്കകത്ത് ആളുവസമുള്ളവന് ബ്രസീലിയൻ വനിതയുടെ പടമോ പേരോ എന്തെങ്കിലും ചേർക്കുമോ? ഇത് എന്ത് അഭ്യാസമാണ് അദ്ദേഹം പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പം ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ, പിന്നെ അഡ്രസ് ഇല്ലാതെ ബീഹാറിൽ കോൺഗ്രസ് പൊട്ടിപ്പോകും. 61 നിർത്തിയെടുത്ത് 17 കിട്ടുമെന്നാണ് ഇപ്പോഴത്തെ സർവേ ഫലങ്ങൾ പറയുന്നത്. ചിലപ്പോൾ 9 ആയി പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പം അതിന് ഒരു ന്യായം വേണം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ ഡൽഹിയിൽ നടത്തിയ ഡെമോൺസ്ട്രേഷൻ എങ്ങനെ ഇരിക്കുന്നു, കറക്റ്റായില്ലേ? 100% ട്രൂത്ത് എന്ന് പറഞ്ഞാൽ 100% ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സത്യത്തിൽ ഒരു കണിക മാറിയാൽ അത് പിന്നെ അസത്യമാണ് അല്ലേ? ഐ ആം ടെല്ലിങ് 100% ട്രൂത്ത്. അതെന്തിനാ അങ്ങനെ പറയുന്നത്? 100% ആണെങ്കിലേ അത് സത്യമാവുള്ളൂ. അതിൽ ഒരു തരി വന്നാൽ പോയി, അത് അസത്യമാണ് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് വോട്ടർമാരുടെ മുമ്പ്, അല്ല ഈ പത്രപ്രവർത്തകരുടെ മുമ്പേ പറയുന്നത്. ദേഖോ ഹൗ ഈസ് ഇറ്റ്, അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ നശിപ്പിച്ചു, അംബേദ്കർജിയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ നശിപ്പിച്ചു, ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയാണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ തൊലച്ചു. എന്നിട്ടൊരു നരേന്ദ്രയുടെ പേരും പറയുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ പറയുന്നത് നരേന്ദ്രമോദിയുടെ പേരാണോ ഇവിടെയൊക്കെ വന്നത്. ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നും പലർക്കും യാതൊരു കാര്യങ്ങളിലും ചില കാര്യങ്ങളിലൊന്നും ഇത്തരം താഴെത്തട്ടിലുള്ള ആൾക്കാർക്കൊന്നും ഒരു ദഹിക്കില്ല. അപ്പോൾ അവിടെ ഒരു പ്രധാനം വേണമെങ്കിൽ ബീഹാറിൽ വേണമെങ്കിൽ ഇതുപോലെ നടന്നു, നരേന്ദ്രയുടെ വോട്ട് വരെ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദിയുടെ ആണെന്നാണെങ്കിൽ അവിടെ താഴെത്തട്ടിൽ വ്യാഖ്യാനിക്കാം. ഈ വിധത്തിലുള്ള തരികിട വേലകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് പാർട്ടി ജയിക്കില്ല. അദ്ദേഹം ചെയ്യേണ്ടത് ആദ്യം ബൂത്ത് ലെവൽ ഏജന്റുമാരെ നമ്മുടെ അടൂർ പ്രകാശ് നിർത്തിയ പോലെ നിർത്തുക. എന്നിട്ട് അവിടെ ആരെങ്കിലുമൊക്കെ കോൺഗ്രസ്സുകാരൻ ഉണ്ടെങ്കിൽ അവൻ്റെ വോട്ടർ പട്ടികയിൽ ചേർക്കുക. ഇപ്പോൾ SIR നടക്കുകയാണ്. ഈ ജാനുവരിക്കകമെങ്കിലും ആ പ്രോസസ്സ് നടത്തുക. ഡിസംബറിനകം നടത്താമെങ്കിൽ വലിയ ഉപകാരം. ഡിസംബറിലാണ് ഫസ്റ്റ് ഇത് പൂർത്തിയാക്കുന്നത് അല്ലേ? പിന്നെ കരടാണ് വരുന്നത്. ആ കരട് വരുന്നതിന് മുമ്പേ ഇതെല്ലാം ഒന്ന് ക്ലിയറാക്കി ഉള്ള വോട്ടുകൾ ആ വോട്ടർ പട്ടികയിൽ കയറ്റുക. എന്നിട്ട് BJPക്കാർ ഡബിൾ ചെയ്തിട്ടുണ്ടോ വെട്ടുക, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ വെട്ടുക. ഇത് ആദ്യം നോക്കണം. അപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്യേണ്ടത് ഈ സ്പീച്ച് നടത്തിക്കൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. ഇതിങ്ങനെ ഈ ഒരു കള്ളം പല പ്രാവശ്യം പറഞ്ഞാൽ സത്യമാകുമെന്ന് പറഞ്ഞ പോലെ തന്നെ പുലി വരുന്നേ എന്ന് പല പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ പുലി ആക്ച്വലായിട്ട് വന്നാൽ പോലും ജനം വിശ്വസിക്കില്ല. ഇതും ഒരു പ്രശ്നമാണ്. ഈ രണ്ടുമുണ്ട്. ഗീബൽസിൻ്റെ ആ തിയറിയും പിന്നെ വർക്ക് ചെയ്യും. ഇത് രാഹുൽ ഗാന്ധി ആദ്യമൊക്കെ ഇങ്ങനെ 1, 2, 3 എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആൾ അയ്യോ അങ്ങനെയൊന്നും തോന്നും. ഇത് 8, 10 ആയി കഴിഞ്ഞാൽ പിന്നെ ആരും മൈൻഡ് ചെയ്യില്ല. പുലി വരുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വൽ പുലി വന്ന് കടിച്ചാലും അറിയില്ല. അപ്പം ആ രീതിയിലേക്കാണ് അദ്ദേഹം അത് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന് അപകടം ചെയ്യുമെന്ന് മാത്രമല്ല, ബീഹാറിൽ അദ്ദേഹം തേജസ്വിയെ തേച്ചൊട്ടിക്കാനായിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തത്. ഇത് അദ്ദേഹത്തിന് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ചെയ്യാമായിരുന്നു. 11-ാം തീയതി കഴിഞ്ഞിട്ട് ഈ എന്ത് ഡ്രാമ വേണോ കാണിച്ചോട്ടെ. ഇപ്പം ആ പാവം ഓടി നടന്ന് വേർത്ത് ആൾക്കാരുടെ ഇടയിൽ ഞാനിങ്ങനെ ഇത്രയും പേർക്ക് ജോലി കൊടുക്കാം, എല്ലാ വീട്ടിലും സർക്കാർ ജോലി തരാമെന്നൊക്കെ പറഞ്ഞ് നടത്തിയ പ്രചരണം മനസ്സിലിരിക്കുന്നത് മാഞ്ഞു പോയിട്ട് ഇപ്പം ഇത് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നാളെ പത്രത്തിൽ മുഴുവൻ അതായിരിക്കും. നാളെ വോട്ട് ചെയ്യാൻ പോകുമ്പം വെണ്ടയ്ക്കാതെ നിൽക്കുന്ന ഇതായിരിക്കും, അവർ ചർച്ച ചെയ്യുന്ന ഇതായിരിക്കും. ഇവിടെയും അങ്ങനെ നടന്നിട്ട് കുറേ പേരെ നിരാശരാക്കണം. നമ്മളിനി കോൺഗ്രസ്സുകാരെ വോട്ട് ചെയ്യാൻ പോയിട്ട് കാര്യമൊന്നുമില്ല, ഇവിടെ മുഴുവൻ കള്ളത്തരമാണ്. നമ്മളിനി RJDക്കാരന് വോട്ട് ചെയ്യാൻ പോയിട്ടൊന്നും കാര്യമില്ല, ഇവിടെ മുഴുവൻ ഇതുപോലത്തെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കില്ലേ, BJP തന്നെ ജയിക്കും. അപ്പോൾ വോട്ടാണ് നമ്മളെന്തിനാ വെറുതെ സമയം കളഞ്ഞ് പോകുന്നതെന്നും കൂടെ കുറേ പേരെ ചിന്തിപ്പിച്ച് വീട്ടിലിരുത്തി ഉള്ള വോട്ട് കുറേ എണ്ണം കൂടെ കളയാൻ പറ്റും. ഇതാണ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് കോൺഗ്രസിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ത്യാഗം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.